ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിവോക് OTയിൽ ബേസിക്സ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് OT ട്രേ സെറ്റപ്പ് എന്ന് പറയുന്ന പേപ്പറിലെ ആംബു ബാഗ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ആംബു ബാഗിനെ കുറിച്ചാണ്. ആംബു ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ അതിനെ പറയുന്ന വേറൊരു പേരാണ് ബാഗ് വാൽവ് മാസ്ക് അല്ലെങ്കിൽ BVM. ഇറ്റ് ഈസ് എ മാനുവൽ റെസിസ്റ്റർ അല്ലെങ്കിൽ പ്രൊവൈഡ് പോസിറ്റീവ് പ്രഷർ വെന്റിലേഷൻ ടു പേഷ്യന്റ് ഹു ആർ നോട്ട് ബ്രീത്തിങ് അഡിക്വേറ്റ്ലി ഓർ ഓൾ. അതായത് ആംബു ബാഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മാനുവലി ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു പേഷ്യൻറ്റിനെ നമുക്ക് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആംബു ബാഗ് എന്നതുകൊണ്ട് അതിൻ്റെ യൂസ് മെയിനായിട്ട് വരുന്നത്. കമ്പോണൻസ് മെയിനായിട്ട് പറയുന്നത് സെൽഫ് ഇൻഫ്ലേറ്റിംഗ് ബാഗ്, ഫേസ് മാസ്ക്, റിസർവോയർ ബാഗ്, ഓക്സിജൻ ഇൻലെറ്റ്, വൺ വേ വാൽവ്. അങ്ങനെ ഒരു 5 ടൈപ്സ് ആണ് അല്ലെങ്കിൽ 5 കമ്പോണൻസ് ആണ് ഈ ഒരു ബാഗ് വാൽവ് മാസ്കിന് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. അത് യൂസേജ് വരുന്നത് നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ്, അതായത് ഇപ്പോൾ എമർജൻസി ആയിട്ട് നമുക്ക് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആ ഒരു ടൈമിൽ അനസ്തീഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനസ്തീഷ്യ പ്രൊസീജിയറിൻ്റെ ടൈമിൽ നമുക്ക് വെന്റിലേഷൻ ആവശ്യമാണെങ്കിൽ ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു എന്ത് യൂസ് ചെയ്യാം, ആംബു ബാഗ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ റിസസ്റ്റേഷൻ ടൈമിൽ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഓറോഫാരിഞ്ചൽ എയർവേനെ കുറിച്ചാണ്. അതായത് നമുക്ക് മെയിനായിട്ട് അതൊരു ഡിവൈസാണ്. ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ഓർ ഓപ്പൺ എ പേഷ്യൻസ് എയർവേ ബൈ പ്രിവെൻറ്റിംഗ് ദ ടങ് ഫ്രം ഒബ്സ്ട്രക്റ്റിംഗ് ദ ഓറോഫാരിങ്സ്. അതായത് ഒരു പേഷ്യൻറ്റിൻ്റെ എയർവേ, നമ്മളുടെ ടങ്ങിൻ്റെ ആ ഭാഗം പ്രിവെൻറ്റ് ചെയ്തിട്ട് എയർവേ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓറോഫാരിങ്കൽ എയർവേ യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും ഡിസൈനും വരുന്നത്, മെറ്റീരിയൽ വരുന്നത് റിജിഡ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ടൈപ്പിലാണ് അത് വരിക. ഷേപ്പ് ഒരു കേർവ്ഡ് ആയിട്ടൊരു ഷേപ്പാണ് വരുന്നത്. അത് നമുക്ക് എന്താണ് ഒരു പേഷ്യൻറ്റിൻ്റെ മൗത്ത് ടു ഫാരിങ്സ് വഴിക്ക്. ഓക്കെ, സൈസ് വരുന്നത് പല സൈസിൽ വരുന്നുണ്ട്. ഓരോ പേഷ്യൻസിനും അവരുടെ ഹെൽത്തും കാര്യങ്ങളും നോക്കിയിട്ട്, അതുപോലെ അവരുടെ ഏജ്, അവർ ഏത് സെക്സ് ആണ്, അതൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ സൈസുകളിൽ ചേഞ്ചസ് വരാമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് ഇൻസേർഷൻ ചെയ്യുന്നത്? മെഷർ ദ എയർവേ, അതായത് എയർവേ എത്രത്തോളം അവരുടെ എയർവേയിൽ വരുന്ന മൗത്ത് തൊട്ട് ആംഗിൾ ഓഫ് ദ ജോയുടെ ആംഗിൾ ഭാഗം വരയ്ക്ക് എങ്ങനെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരണേന്നുള്ളത് നോക്കിയതിന് ശേഷം അതിനനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ സൈസ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ 180 ഡിഗ്രി അതായത് റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ ഇൻസേർഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആ ഒരു ടൈമിൽ പേഷ്യൻറ്റിൻ്റെ ലിപ്സും കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ നോക്കി, ഒബ്സ്ട്രക്ഷനോ കാര്യങ്ങളോ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കി എൻഷുർ ചെയ്തിട്ട് നമ്മൾ പേഷ്യൻറ്റിന് ഈ ഒരു എന്ത് ചെയ്യുന്നു, ഇൻസേർഷൻ ചെയ്യുന്നു. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത് ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അത് ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇല്ലെങ്കിലും നമുക്കത് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എയർവേയിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻസിനൊക്കെ മാക്സിമം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ലിമിറ്റേഷൻസിൽ വരുന്നത് ഗ്യാസ് റിഫ്ലക്ഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ടെമ്പററി ആയിട്ട് എയർവേ മാനേജ്മെൻറ്റിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നെയ്സൽ എയർവേസിനെ കുറിച്ചാണ്. നെയ്സൽ എയർവേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് നെയ്സൽ പാസേജ് വഴി നമ്മൾ എയർവേ, ആ ഒരു എയർവേയിൽ നമ്മൾ എന്താണ് പേഷ്യൻസിന് എന്തെങ്കിലും നേസോഫാരിങ്കൽ എയർവേയോ അല്ലെങ്കിൽ നേസോഫാരിങ്കൽ മാസ്കോ കാര്യങ്ങളൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണത്. അതിൻ്റെ ടൈപ്സ് പറയുന്നത് നേസോഫാരിഞ്ചൽ എയർവേ NPA. അതിൻ്റെ ഡിസൈൻ വരുന്നത് സോഫ്റ്റ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ട്യൂബാണ്. ഓക്കെ, ഇനി നേസോഫാരിങ്കൽ എയർവേയുടെ പർപ്പസ് വരുന്നത് എന്താണ്, ഒബ്സ്ട്രക്ഷൻസ്, ടങ്ങിൽ നിന്ന് നമുക്ക് കൊളാപ്സ് ചെയ്യുന്ന എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് നമ്മുടെ എയർവേയിൽ ഉണ്ടെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻസ് വരുന്നത് യൂസ്ഡ് ഇൻ അൺകോൺഷ്യസ് അല്ലെങ്കിൽ സെമി കോൺഷ്യസ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു ടൈപ്പ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് നേസൽ ട്രംപറ്റിനെ കുറിച്ചാണ്. അതും ഈ പറഞ്ഞ പോലെ റിജിഡ് അല്ലെങ്കിൽ സെമി റിജിഡ് ആയിട്ടുള്ള ഒരു ട്യൂബാണ്. അത് നമ്മളുടെ നേസൽ പാസേജിലാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഡ്യൂറിങ് അനസ്തീഷ്യ ടൈം അല്ലെങ്കിൽ എമർജൻസി സിറ്റിങ്ങിൻ്റെ ടൈമിലൊക്കെയാണ് നമ്മൾ ഈ ഒരു നേസൽ ട്രംപറ്റ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹീറ്റ് ആൻഡ് മോയ്സ്ചർ എക്സ്ചേഞ്ചർ HME ഫിൽറ്റേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ HME ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഡിവൈസ് ആണ്. യൂസ്ഡ് ഇൻ വെന്റിലേറ്റർ സർക്യൂട്ട്സ് ആർ റെസ്പിറേറ്ററി സിസ്റ്റംസ് to capture heat and moisture from a patient's exhaled breath and deliver it back to the patient during inhalation, reducing heat and moisture loss. അതായത്
ഈ HME ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്ന സമയത്തും എക്സ്ഹെയിൽ ചെയ്യുമ്പോഴും ആ ഒരു ടൈമിൽ നമുക്ക് എത്രത്തോളം ഹീറ്റും മോയ്സ്ചറും ആ ഒരു എയറിൽ വരുന്നുണ്ട് എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് അതെന്താണ് ഡെലിവറി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഹീറ്റും മോയ്സ്ചറും മാക്സിമം റെഡ്യൂസ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫിൽട്രേഷൻ മെത്തേഡാണ് ഹീറ്റ് ആൻഡ് മോയ്സ്ചർ എക്സ്ചേഞ്ചർ. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ബെനിഫിറ്റ്സും പറയുന്നത് കൺസർവേഷൻ ഓഫ് ഹീറ്റ് ആൻഡ് മോയ്സ്ചർ, അതേപോലെ ഇൻഫെക്ഷൻ കൺട്രോൾ, സിംഗിൾ യൂസ്, അങ്ങനെയാണ് അതിന്റെ ഫീച്ചേഴ്സ് വരുന്നത്. നമുക്ക് എന്താണ് ഹ്യൂമിഡിറ്റി ലെവലൊക്കെ റെസ്പിറേറ്ററി ട്രാക്റ്റിലത്തെ ഹ്യൂമിഡിറ്റി ലെവലൊക്കെ നോർമലാക്കാനും മ്യൂക്കോസൽ ഡ്രൈയിങ് മ്യൂക്കസിന്റെ ആ ഒരു ഇതിൽ നമുക്ക് ഡ്രൈയിങ് വരുന്നത് നോർമലാക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ലാരഞ്ചൽ മാസ്ക് എയർവേ ആണ്, LMA. ലാരഞ്ചൽ മാസ്ക് എയർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുപ്രാഗ്ലോട്ടിക് എയർവേ ഡിവൈസ് ആണ്. അത് നമ്മൾക്ക് മൗത്തിൽ നിന്ന് ലാരിങ്സിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ വെന്റിലേഷൻ അല്ലെങ്കിൽ വെന്റിലേറ്റർ പർപ്പസും ആണ് അതിനും യൂസ് വരുന്നത്. അതിന്റെ ഫീച്ചേഴ്സും ആപ്ലിക്കേഷൻസും പറയുന്നത് അതിന്റെ ഡിസൈൻ വരുന്നത് കമ്പോസ്ഡ് ഓഫ് ആൻ ഇൻഫ്ലേറ്റഡ് മാസ്ക്. അതിന്റെ കൂടെ നമുക്ക് ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു മാസ്ക്, അതിന്റെ കൂടെ ഒരു ട്യൂബും അറ്റാച്ച്ഡ് ആയിരിക്കും. ഇൻസേർഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫാരിങ്സിലേക്കാണ് ഇൻസെക്ഷൻ വരുന്നത്. അതിന്റെ അഡ്വാൻറ്റേജസ് വരുന്നത് നമുക്ക് എൻഡോട്രക്കിയൽ ട്യൂബിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഈസി ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ലാരിഞ്ചൽ മാസ്ക് നമുക്ക് ഇൻസേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. പല ടൈപ്പ് ഉണ്ട്, അതിൽ തന്നെ ക്ലാസിക് ഉണ്ട്, പ്രോസീൽ ഉണ്ട്, അല്ലെങ്കിൽ സുപ്രീം ഉണ്ട്. അങ്ങനെ പല ടൈപ്പില് നമുക്ക് ഈ ഒരു ലാരിഞ്ചൽ മാസ്ക് എയർവേ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ കോമൺ ആയിട്ട് അതിന്റെ യൂസേജ് വരുന്നത് അനസ്തീഷ്യ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും എൻഡോട്രക്കിയൽ ഇൻറ്റുബേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഒരു ലാരഞ്ചൽ മാസ്ക് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ബേസിക് എക്യുപ്മെന്റ്സ് ഫോർ അനസ്തീഷ്യ സെറ്റപ്പ്. അതായത് അനസ്തീഷ്യയിലെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ്. അനസ്തീഷ്യ മെഷീനാണ്. അതിന്റെ പർപ്പസ് വരുന്നത് അനസ്തീഷ്യ അല്ലെങ്കിൽ ഗ്യാസും ഓക്സിജനും ഒക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് അനസ്തീഷ്യ മെഷീൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ കമ്പോണൻസിൽ വരുന്നത് എന്താണ്? ഓക്സിജൻ സിലിണ്ടേഴ്സ്, നൈട്രസ് ഓക്സൈഡിന്റെ സിലിണ്ടർ, ഫ്ലോമീറ്റർ, വേപ്പറൈസർ, വെന്റിലേറ്റർ, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന കമ്പോണൻസ്. ഓക്കെ, മോണിറ്ററിംഗ് എക്യുപ്മെന്റ്, അതായത് നമുക്കിപ്പോൾ ഒരു പേഷ്യന്റിനെ മോണിറ്ററിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് വരുന്ന മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സിൽ വരുന്നത് അതിന്റെ പർപ്പസ് വരുന്നത് വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. അതിൽ വരുന്ന ഡിവൈസുകൾ അതിൽ വരുന്നത് ECG ഉണ്ടായിരിക്കും, പൾസ് ഓക്സിമീറ്റർ ഉണ്ടായിരിക്കും, ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ, ടെമ്പറേച്ചർ പ്രോബ്, അനസ്തീഷ്യ ഗ്യാസ് അനലൈസർ, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അതിൽ വരുന്ന മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സിൽ വരുന്ന പാർട്ടുകളാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എയർവേ മാനേജ്മെന്റ് ഡിവൈസസ് ആണ്. അതിൽ നമുക്ക് എന്താണ് അതിന്റെ പർപ്പസ് വരുന്നത് പേഷ്യന്റിന്റെ എയർവേ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ വരുന്ന ഡിവൈസുകൾ എൻഡോട്രക്കിയൽ ട്യൂബ്, ലാരഞ്ചോസ്കോപ്പ്, സ്റ്റൈലറ്റ്സ്, ലാരഞ്ചൽ മാസ്ക്, ഓറൽ ആൻഡ് നേസൽ എയർവേസ്, സക്ഷൻ എക്യുപ്മെന്റ്, ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് എയർവേ മാനേജ്മെന്റിൽ വരുന്ന ഡിവൈസസ് ആണ്. അടുത്തത് പറയുന്നത് IVSS ആൻഡ് മെഡിക്കേഷൻസ്. IV വരുന്നത് എന്താണ്? ഇൻട്രാവീനസ് ആയിട്ട് നമുക്ക് മെഡിക്കേഷൻസോ ഫ്ലൂയിഡ്സോ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു IVSSൽ വരുന്നത്. സപ്ലൈസ് അതിൽ വരുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ അതിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ IV കത്തീറ്റേഴ്സ് വേണം, ഫ്ലൂയിഡ് വേണം, മെഡിക്കേഷൻസ് ആണെങ്കിൽ അത് വേണം. അത് ചിലപ്പോൾ അനസ്തെറ്റിക്സ് ആവാം, അല്ലെങ്കിൽ മസിൽ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം, അതും അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സ് അനാൽജസിക്സ് ആയിരിക്കാം. അത് ഏതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആ മെഡിസിനും നമുക്ക് അതിന്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻഡക്ഷൻ ആൻഡ് ഇൻറ്റുബേഷൻ എക്യുപ്മെന്റ്സ്. അത് എന്തായിരിക്കാം? നമുക്ക് ഇൻഡക്ഷൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മെഡിസിൻ ആണെങ്കിലും അതായത് ഇൻറ്റുബേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻറ്റുബേഷൻ എക്യുപ്മെന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത് സിറിഞ്ച്, നീഡില്, ഡ്രഗ്, ഇൻഡക്ഷൻ ചെയ്യാനായിട്ടുള്ള ഡ്രഗ് ഏതാണെങ്കിൽ അത്, മസിൽ റിലാക്സന്റ് ആണെങ്കിൽ അതിനുള്ള മെഡിസിന്, അതേപോലെ തന്നെ എൻഡോട്രക്കിയൽ ട്യൂബ്, ലാരഞ്ചോസ്കോപ്പ്, ബ്ലേഡ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഇൻഡക്ഷനും ഇൻറ്റുബേഷനും ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സിൽ വരുന്നത്. ഓക്കെ, പിന്നെ പറയുന്നത് പേഷ്യന്റ് പൊസിഷനിങ്ങും അതിന്റെ സപ്പോർട്ടും ആണ്. പേഷ്യന്റിന് നമുക്ക് ഏത് കംഫർട്ടായിട്ട് അല്ലെങ്കിൽ സേഫ്റ്റി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പൊസിഷൻ ഏതാണെങ്കിൽ ആ പൊസിഷനിൽ പേഷ്യന്റിനെ സെറ്റ് ചെയ്യാം. അതുപോലെ അതിന് വേണ്ട എക്യുപ്മെന്റ്സ് എന്താണെങ്കിൽ പൊസിഷനിങ് ഡിവൈസസോ കാര്യങ്ങളോ വേണമെങ്കിൽ അതനുസരിച്ച് പേഷ്യന്റിന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് ഒപ്പം തന്നെ വേണ്ട ഒരു കാര്യമാണ് എമർജൻസി എക്യുപ്മെന്റ്സ്. അതിന്റെ പർപ്പസ് വരുന്നത് എന്താണ്? എന്തെങ്കിലും കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സോ, എമർജൻസി ഇപ്പൊ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും എമർജൻസി വരികയാണെങ്കിലോ, ഇതൊക്കെയാണ് നമുക്ക് അതിന്റെ പർപ്പസ് വരുന്നത്, എമർജൻസി ഡിവൈസസ്. അപ്പൊ അതിന്റെ മെയിൻ ആയിട്ടുള്ള സപ്ലൈസിൽ വരുന്നത് എന്തൊക്കെയായിരിക്കാം? എമർജൻസി ഡ്രഗ്സ് ആയിരിക്കാം. അതിൽ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എട്രോപ്പിനോ നാലോക്സോണോ അങ്ങനെയുള്ള മെഡിസിനുകളായിരിക്കാം.
അതും അല്ലെങ്കിൽ ഡിഫിബ്രിലേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എയർവേ എക്യുപ്മെന്റ് ആയിരിക്കാം. അങ്ങനെ പല ടൈപ്പിലുള്ള എമർജൻസി ഡിവൈസസും നമുക്ക് ആവശ്യമായിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ ഓരോ സെറ്റപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത്, പ്രിപ്പറേഷൻ ചെയ്യുന്നു, അതുപോലെ എക്യുപ്മെന്റ് ഏതാണെന്നുള്ളത് ചെക്ക് ചെയ്യുന്നു, അത് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ ഓർഗനൈസ് വർക്ക് സ്പേസ്, അതല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് കറക്റ്റ് ഓർഡറിൽ സെറ്റ് ചെയ്യുകയാണ്. പിന്നെ മെഡിക്കേഷൻസ് അതിൻ്റെ ഒപ്പം തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. ദെൻ മോണിറ്ററിങ് ചെയ്യുക, അതായത് വെരിഫൈ ചെയ്യുക മോണിറ്ററിങ് സിസ്റ്റം കറക്റ്റ് അല്ലേ എന്നുള്ളതും അതിന്റെ വേരിയേഷൻസും അല്ലെങ്കിൽ വാല്യൂസും എല്ലാം കറക്റ്റ് അല്ലേ എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് പ്രൊസീജിയറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു കോർഡിനേഷൻ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടെ സെറ്റ് ചെയ്യാം. ഡോക്യുമെന്റേഷൻ ചെയ്യുന്ന പ്രൊസീജിയർ എന്താണെന്നുള്ളതും അതിലെന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ മെഡിസിനുകൾ ആ സമയത്ത് എടുത്തിട്ടുണ്ടോ, ഇതെല്ലാം നമ്മൾ ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതും ഈ ഒരു പ്രോസസ്സിന്റെ ഭാഗമാണ്. അതുപോലെ സേഫ്റ്റി ആൻഡ് പ്രോട്ടോകോൾ എന്ന് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ മാക്സിമം സ്റ്റെറൈലായിട്ട് നോക്കുക എന്നുള്ളതാണ് അതിൽ മെയിൻ പറയുന്നത്. അതേപോലെ തന്നെ എമർജൻസി ആവശ്യമുണ്ടെങ്കിൽ എമർജൻസി പ്രിപ്പയർനെസ്സും കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു സേഫ്റ്റി ആൻഡ് പ്രോട്ടോകോളിൽ വരുന്നത്. ഓക്കെ.